ഇങ്ങനെയും കവിതയും പ്രണയവും സ്നേഹവും ഒക്കെ കൊത്തി ജീവൻ തുടിക്കുന്ന ശില്പങ്ങളാക്കി മാറ്റാമെന്ന മാതൃക കാണിച്ച ഇടമാണ് ഖജുരാഹോ. രതിശില്പങ്ങൾ കൊണ്ട് പ്രശസ്തമായിരിക്കുന്ന ഇവിടം കാമത്തിന്റെ ചിത്രങ്ങളുടെ പേരിലാണ് ലോകം അറിയുന്നത്. യുനെസ്കോയുടെ ലോക പൈതൃക സൈറ്റായ ഖജുരാഹോ ക്ഷേത്രങ്ങൾ മധ്യപ്രദേശ് വിനോദസഞ്ചാരത്തിന്റെ ഒരു പ്രധാന ഭാഗമാണ്. ഈ സ്ഥലം പഴയ കാലഘട്ടത്തിന്റെ ചരിത്രത്തെയും സംസ്കാരത്തെയും കുറിച്ച് സംസാരിക്കുന്നു. എന്നാൽ ഈ ക്ഷേത്രങ്ങൾ അവയുടെ ശൃംഗാര ശില്പങ്ങളെക്കാൾ കൗതുകകരമായ കാര്യങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. കൗതുകമുണർത്തുന്ന ഖജുരാഹോയെ കുറിച്ചുള്ള രസകരമായ ചില വസ്തുതകൾ നോക്കാം. ക്ഷേത്രത്തിന്റെ കണ്ടെത്തൽ നൂറ്റാണ്ടുകളോളം കാടിനുള്ളിൽ ആരും അറിയാതെ കിടന്ന പ്രണയത്തിന്റെ ശിലകൾ അഹല്യയെ പോലെ ശാപമോക്ഷം നേടി വന്നതാണ് ഇന്നു കാണുന്ന ഖജുരാഹോയിലെ ശില്പങ്ങൾ. 20 ചതുരശ്ര കിലോമീറ്റർ ചുറ്റളവിലായി ചിതറക്കിടക്കുന്ന അവിടുത്തെ ക്ഷേത്രങ്ങൾ വിരലുകളിൽ എണ്ണി തീർക്കാനുമാവില്ല. 1000-ലേറെ വർഷങ്ങൾ പഴക്കമുണ്ടെങ്കിലും 1838 ഈ ക്ഷേത്രങ്ങൾ കണ്ടെത്തുകയും ലോകത്തിന് പരിചയപ്പെടുത്തുകയും ചെയ്തത് ക്യാപ്റ്റൻ TS ബർട്ടൺ ആണ്. അങ്ങനെ അതുവരെ പുറം ലോകം അറിയാതിരുന്ന ഖജുരാഹോ ക്ഷേത്രങ്ങൾ മറ നീക്കി ലോകത്തിന്റെ മുൻപിലേക്ക് വന്നു. രതിശില്പങ്ങൾ നാമമാത്രം, വേറെയുമുണ്ട് ഇവിടെ കാണാൻ. വാത്സ്യായന്റെ കാമശാസ്ത്രത്തിൽ പ്രതിപാദിക്കുന്ന കാര്യങ്ങൾ ഇവിടത്തെ ചുവരുകളിൽ കാണാം. വിവിധതരം സെക്സ് പൊസിഷനുകളടക്കം കൊത്തിവെച്ചിരിക്കുന്ന ക്ഷേത്രം ലോകം മുഴുവൻ അറിയപ്പെടുന്നതും കാമകേളികളുടെയും ശൃംഗാര ഭാവങ്ങളുടെയും ശില്പങ്ങൾ കൊത്തിവെച്ച ക്ഷേത്രം എന്ന പേരിലാണ്. എന്നാൽ ക്ഷേത്രങ്ങളിൽ കൊത്തിവെച്ചിരിക്കുന്ന കലാവിരുതിന്റെ 10% മാത്രമേ ഇത്തരം ശില്പങ്ങളിൽ വരുന്നുള്ളൂ. ബാക്കിയുള്ള 90% അക്കാലത്ത് ജീവിച്ചിരുന്ന സാധാരണക്കാരുടെ ജീവിതം കാണിക്കുന്ന സാധാരണ കൊത്തുപണികളാണ്. അതിജീവിക്കുന്ന ക്ഷേത്രങ്ങൾ. 12ാം നൂറ്റാണ്ട് വരെ ഏകദേശം 85 ക്ഷേത്രങ്ങൾ ഈ സമുച്ചയത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ 13ാം നൂറ്റാണ്ടിൽ ഇവയിൽ ചിലത് നശിപ്പിക്കപ്പെട്ടു. ഇന്ന് സമുച്ചയത്തിൽ 22 ക്ഷേത്രങ്ങൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. നാഗര ശൈലിയിലുള്ള വാസ്തുവിദ്യയാണ് ഖജുരാഹോ ക്ഷേത്ര സമുച്ചയങ്ങളിൽ കാണാൻ കഴിയുന്നത്. ചതുർഭുജ ക്ഷേത്രം ഒഴിച്ച് മറ്റു ക്ഷേത്രങ്ങളെല്ലാം സൂര്യനെ അഭിമുഖീകരിച്ചാണ് നിലനിൽക്കുന്നത്. ക്ഷേത്രങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്ന വാസ്തുവിദ്യ പ്രശംസനീയമാണ്. ഈ പേരിന്റെ അർത്ഥം ഈന്തപ്പന എന്നർത്ഥം വരുന്ന ഖജുർ എന്ന ഹിന്ദി വാക്കിൽ നിന്നാണ് ഖജുരാഹോ എന്ന പേര് വന്നത്. ഒരിക്കൽ ഈ നഗരം ഈന്തപ്പനകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നതായി പറയപ്പെടുന്നു. അതിനാലാണത്രേ ക്ഷേത്ര സമുച്ചയത്തിന് ഈ പേര്. എന്നാൽ മറ്റൊരു കഥയും പ്രചാരത്തിലുണ്ട്. അത് ശിവന്റെ പ്രതീകാത്മക നാമമായ ഖജുറ വാഹകയിൽ നിന്നാണ് ഉത്ഭവിച്ചത്. എപ്പോഴാണ് ക്ഷേത്രങ്ങൾ നിർമ്മിച്ചത്? ലോകപ്രശസ്തമായ ഈ ക്ഷേത്രങ്ങൾ ചന്ദേല രാജവംശത്തിന്റെ കാലത്താണ് നിർമ്മിച്ചത്. മിക്ക ക്ഷേത്രങ്ങളും AD 950-നും 1050-നും ഇടയിൽ ഹിന്ദു രാജാക്കന്മാരായ യശോവർമ്മന്റെയും ധങ്കയുടെയും കാലത്താണ് നിർമ്മിച്ചതെന്ന് കരുതപ്പെടുന്നു. മധ്യകാല ക്ഷേത്രങ്ങളുടെ ഏറ്റവും വലിയ കൂട്ടമാണ് ഖജുരാഹോയിലുള്ളത്. അതായത് ഇന്ത്യയിലെ മധ്യകാല ഹിന്ദു ജൈന ക്ഷേത്രങ്ങളുടെ ഏറ്റവും വലിയ കൂട്ടമാണ് ഖജുരാഹോ സമുച്ചയം. ഈ ക്ഷേത്രങ്ങൾ അവയുടെ വാസ്തുവിദ്യാ സൗന്ദര്യത്തിനും ശൃംഗാര ശില്പങ്ങൾക്കും പേരുകേട്ടതാണ്.